ടൂറിസം വകുപ്പ് വലിയ സാധ്യതകളുണ്ട്. കേരളം ടൂറിസം ഹബ്ബ് എന്ന രീതിയിൽ നമുക്ക് ഞാനൊന്ന് പഠിച്ചോട്ടെ. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കേരളവുമായിട്ട് കൂടുതൽ ബന്ധമുള്ള വകുപ്പുകളാണെങ്കിലും കേരളമല്ല, ഭാരതമാണ്. കേരളം ടൂറിസത്തിൻ്റെ ഇന്ത്യൻ ഡെസ്റ്റിനേഷനാണെന്ന് പ്രൈം മിനിസ്റ്റർ പ്രീ പോൾ ഡിസ്കഷൻസിൽ പറഞ്ഞിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്ത് ടൂറിസത്തെ ഭാരതത്തിൻ്റെ തിലകക്കുറിയാക്കി കേരളം. അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇപ്പോൾ കേരളത്തിൻ്റെ ടൂറിസം വകുപ്പിൻ്റെ സംസ്ഥാന ടൂറിസം വകുപ്പിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടോ? എന്താണ്? ഇല്ല, അതൊന്നും ആയില്ലല്ലോ. പ്രവർത്തനം സർക്കാരിൻ്റെ വിമർശനത്തിനല്ല നിൽക്കുന്നത്. ഇന്നത്തെ സ്റ്റാറ്റസ്കോ എന്തോ അതിൽ നിന്ന് പുതിയ ഒരു സ്റ്റാറ്റസ്കോ ഒരു 5 വർഷത്തിനുള്ളിൽ സെറ്റ് ചെയ്യാൻ സാധിക്കണം. അതിന് ആരുടെയൊക്കെ ഉപദേശം ആവശ്യമാണോ അത് സ്വീകരിക്കും. കേരളത്തിൽ നിന്ന് ടൂറിസം DGs ആയിട്ട് ഇരുന്നിട്ടുള്ള 3-4 പേരെ പിക്ക് ചെയ്യുന്നത്. കേരളത്തിൽ നിന്ന് കേരള കാഡറിലുള്ളവർ മലയാളികൾ, അങ്ങനെയുള്ള ഒരു 4-5 പേരെ കൊണ്ടുവന്ന് ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ നടക്കും. എവിടെയൊക്കെയാണ് അൺടാപ്ഡ് ഏരിയാസ്, പുതിയ ഒരു ടൂറിസം രുചി നൽകാൻ പറ്റുന്ന ഇതുവരെ തൊടാത്ത മേഖലകളേത്, അതന്വേഷിക്കും. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില വിവാദങ്ങളുണ്ടായി. ഇവിടെ ഇത്തരത്തിലൊരു വിവാദങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലേക്ക്. വെരി സോറി. അടുത്ത വർഷം പൂരം മനോഹരമായി ജനഹിതത്തിൽ നടത്തിയിരിക്കും. അത് അന്ന് പറഞ്ഞതാണ്. അതിനാണ് എന്നെ അനുഗ്രഹിച്ച് തൃശ്ശൂർക്കാർ ഇങ്ങോട്ട് വിളിക്കുന്നത്. ഉറപ്പായിട്ടും അതിമനോഹരമായി ജനഹിത പൂരപ്രേമി അപകടരഹിതമായ അതിമനോഹരമായ ഒരു പൂരക്കാഴ്ചയാക്കി സമ്മാനിക്കാൻ സാധിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിലേക്ക് തന്നെ ശ്രമിച്ചു. അവർ കേരളത്തിന് വേണ്ടി വലിയ ഒരു അനുഗ്രഹമാണ് എനിക്ക് നൽകിയത്. ഞാൻ സുരേഷ് ഗോപിയാണ്. അത് അങ്ങനെ തന്നെയാണ്. എൻ്റെ അച്ഛനിനി എന്നെ സാറിന് വിളിക്കത്തില്ല, അച്ഛനും അമ്മയും വിളിക്കും. ഈ സിനിമകളുമായി ബന്ധപ്പെട്ട കമ്മിറ്റ്മെന്റ് ഒക്കെ വേഗം പൂർത്തിയാക്കും. ഈ ഷെഡ്യൂളുകൾ എങ്ങനെയാണ് ബാലൻസ് ചെയ്യാൻ? അതിപ്പം അമിത്ഷാജിയും പ്രൈം മിനിസ്റ്ററും വിളിച്ച് അതിനെ സംബന്ധിച്ച് എൻ്റെ ആവശ്യങ്ങൾ എന്താണ് അതെല്ലാം മനസ്സിലാക്കി എനിക്ക് അതിന് വേണ്ടുന്ന ഒരു കണ്ടിൻജൻറ്റ് സപ്പോർട്ട് അത്ര ഇരട്ടിപ്പിച്ചോ ഇതും നടക്കും. എൻ്റെ സെറ്റിൽ ഒരു ഓഫീസുണ്ട്. നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്ററെ കണ്ടിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും അദ്ദേഹമായിട്ട്? ഇല്ല, ഞങ്ങളിപ്പം മീറ്റിങ്ങിന് 12 മണിക്ക് ഞാനത് വേഗം പോയിട്ട് വരാം. ടൂറിസം മിനിസ്ട്രിയിൽ എത്ര മണിക്കാണ് ചാർജ് ഏറ്റെടുക്കുന്നത്? ഇപ്പം നേരെ അങ്ങോട്ടാണ്. ആശംസകൾ.